മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. കൂനമ്പിള്ളി ശ്രീറാം നമ്പൂതിരി യജ്ഞാചാര്യനായ സപ്താഹ യജ്ഞം ഡിസംബർ 3 സമാപിക്കും. വൈകിട്ട് താലവും വാദ്യമേളങ്ങളുമായി ആചാര്യന്മാരെ യജ്ഞവേദിയിലേക്ക് സ്വീകരിച്ചു. തുടർന്ന് മേൽശാന്തി ലക്ഷ്മി പ്രസാദ് ശുക്ല ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് മഹാത്മ്യ പ്രഭാഷണമുണ്ടായി. വൈകിട്ടുള്ള ദിവസങ്ങളിൽ രാത്രി വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഉച്ചയ്ക്ക് അന്നദാനവും ഒരുക്കിയിട്ടുണ്ട്. ഡിസംബർ 4 കാർത്തിക വിളക്ക് മഹോത്സവവും ഉണ്ടാവും. ഭാഗവതം തന്നെയാണ് വായിക്കുന്നത്. പിന്നെന്താ, പിന്നെ പരീക്ഷത്തും ശ്രീശുഖനൊക്കെ വരും. പിന്നെ ഓരോ ദിവസമാകുമ്പോൾ വരാഹാവതാരവും ഭദ്രകാളി പ്രാദുർഭാവവും നരസിംഹാവതാരവും ഒക്കെ ഉണ്ടാവും. കൃഷ്ണാവതാരവും ഉണ്ടാവും. കൃഷ്ണനെ കംസനെ കൊല്ലാൻ പറ്റിയില്ല എന്നൊന്നും ഞാൻ പറയില്ല. രുക്മിണിയെ കല്യാണം കഴിക്കണത് കൃഷ്ണൻ വിചാരിച്ചു, പക്ഷെ അവിടുന്ന് കൊണ്ടുവരാൻ പറ്റാണ്ട് തോറ്റുപോയി, അങ്ങനെയൊന്നും പറയേണ്ടി വരില്ല. കുചേലൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പഴയ കുടിൽ തന്നെയായിരുന്നു എന്നും പറയേണ്ടി വരില്ല. എല്ലാം പഴയ തന്നെ, മാറ്റൊന്നും. Ambalappara Physiotherapy and Rehabilitation Center at Kadambur now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome. Our treatments are neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services. Contact 7025 181844 and 9061 99